2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കായംകുളത്തെ കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതെ കിടക്കുകയും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ഉദ്ഘാടനത്തിന്റെ 7ാം വാർഷിക ദിനത്തിൽ കായംകുളം ജനകീയ പ്രതികരണ വേദി റീത്ത് വെച്ചു. പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. 2019 ഫെബ്രുവരി 25-ന് കോടികൾ മുടക്കി അനധികൃതമായ നിർമ്മാണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതെയും സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് അനാശാസ്യ പ്രവൃത്തികളുടെ താവളമായി മാറിയിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഉദ്ഘാടനത്തിന്റെ 7ാം വാർഷിക ദിനത്തിൽ കായംകുളം ജനകീയ പ്രതികരണ വേദി റീത്ത് വെച്ചു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. കേരളം ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായ ജനപ്രതിനിധി കായംകുളത്തെ പ്രതിനിധീകരിച്ചിട്ടും പ്രശ്ന പരിഹാരമുണ്ടായിട്ടില്ല. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയും കറുത്ത പതാകകൾ ഉയർത്തിയും പ്രതിഷേധിച്ചു. പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. 3 ഏക്കർ സ്ഥലം അനധികൃതമായി എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കായല് 3 ഏക്കർ ഭാഗം നികത്തിയെടുത്തത് യാതൊരു അംഗീകാരവും വാങ്ങാതെയാണ്. ഈ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും നഗരസഭയുടെയോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ യാതൊരു അനുവാദവും വാങ്ങാതെയാണ് ഈ നിർമ്മാണങ്ങൾ ഇത്രയും ഇവിടെ നടത്തിയത്. അനധികൃതമായി നിർമ്മിച്ച ഈ ചെറിയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നഗരസഭ നാളിതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല. തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുവാദത്തോടുകൂടി മാത്രം നികത്തേണ്ടിയിരുന്ന തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുവാദത്തോടുകൂടി മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്ന നഗരസഭയുടെ അനുമതിയോടുകൂടി മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ നിയമിച്ച് നിർമ്മാണം നടത്തിയതിനാലാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് മതിയായ കറണ്ട് കണക്ഷൻ പോലും ലഭിക്കാൻ സാധിക്കാത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കായലോര വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ കായംകുളത്തെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കണ്ട കാര്യമാണ്. ഈ അനധികൃത നിർമ്മാണം ഔദ്യോഗികമാക്കി ഇത് ജനങ്ങൾക്ക് ഗുണകരമായി മാറ്റണമെങ്കിൽ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മേധാവികൾ, മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു വേണം ഇത് പരിഹരിക്കാൻ. പുളിയർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സോമശേഖരൻ ഉണ്ണിത്താൻ, രാജശേഖരൻ, അനിൽ പി ഡാനിയൽ, KN കൃഷ്ണകുമാർ, ബാബു കോയിക്കൽ, KP അലക്സാണ്ടർ, രാജൻ പുതിയടം, KN ജയൻ, ശ്രീധരൻ പിള്ള, രാധാകൃഷ്ണൻ, അനീഷ് ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.